മാന്യ സുഹൃത്തുക്കൾക്ക് സ്നേഹവന്ദനങ്ങൾ. ഞാൻ പറയാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ വിഷയങ്ങളെ കുറിച്ച് 2 വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് നിർബന്ധം തോന്നുന്നു. ഒന്ന്, മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ചും 2, പിണറായി നമുക്ക് നൽകിയ പാഠങ്ങളെ കുറിച്ചും. ഇത് രണ്ടും രസകരമായ കാര്യങ്ങളാണ്, നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് ഉള്ളിൽ തോന്നിയത്. എന്റെ ശ്രോതാക്കൾക്ക് അതൊരു പ്രയാസമാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ 10 കൊല്ലം LDF അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഒരു ഭരണമാണ് നിലനിന്നിരുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷനിൽ 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ UDF ഭരണത്തിലെത്തുകയാണ്. സ്വാഭാവികമായും അതിന് ഒരു മുഖ്യമന്ത്രി ആവശ്യമായി വരും. അതിന്റെ ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചകൾ 7-8 ദിവസം കഴിയുന്നു എന്നുള്ളത് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത് നാണക്കേട് എന്ന് ചോദിച്ചാൽ, കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഭരണം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ആവേശം പിടിക്കുന്നത്. എല്ലാവർക്കും അറിയാം. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു കഥാപാത്രമുണ്ട്. ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു കൂട്ടം ദൂതന്മാരാണ്. അതിലെ ക്യാപ്റ്റനെ ലൂസിഫർ എന്ന് വിളിക്കും. അയാൾ ഒരു ദിവസം ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അയാളുടെ താഴെ കോടിക്കണക്കിന് ദൂതന്മാർ നിൽപ്പുണ്ട്. മുകളിൽ നോക്കിയപ്പോൾ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ഞാൻ മുകളിലോട്ട് കയറും, എന്റെ സിംഹാസനം അത്യുന്നതനായ ദൈവത്തിന്റെ നക്ഷത്രമണ്ഡലത്തിന് മുകളിൽ ഞാൻ വെക്കും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മുകളിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ വെക്കും. ഞാൻ അത്യുന്നതനോട് സമനാകും. അത്യുന്നതനോട് സമനാകാൻ ആഗ്രഹിച്ചൊരു സൃഷ്ടിയാണ് പിന്നീട് ദൈവത്താൽ വെട്ടി താഴേക്ക് തള്ളപ്പെട്ട വീണുപോയ ദൂതൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രൂപ്പ്. അവരെയാണ് പിൽക്കാലത്ത് പിശാചുക്കൾ എന്ന് നാമകരണം ചെയ്തത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഈ പിശാച് കൊടുക്കുന്ന ഓഫർ, നീ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചാൽ മരിക്കില്ല നിശ്ചയം, മാത്രമല്ല നിന്റെ കണ്ണും തുറക്കും, നീ ദൈവത്തെ പോലെയാണ്. അപ്പൊ ദൈവത്തോടൊപ്പം ഉയരാൻ ആഗ്രഹിച്ച ദൂതൻ അവിടെ നിന്ന് വെട്ടുകൊണ്ട് താഴേക്ക് പോകും. അയാൾ തിരിച്ച് ആ സ്ഥലത്തേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തിയതല്ല, മനുഷ്യന്റെ ഉള്ളിൽ ആ ഒരു വിത്തിട്ട് കൊടുത്തതാണ്. കാരണം അത് ദൈവത്തിന് കോപമുണ്ടാകുന്നതാണെന്ന് പിശാചിനറിയാം. ആ സെയിം പിശാചിനാൽ ബാധിക്കപ്പെട്ട തൽക്കാലം 3 പേര് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. കൊച്ചു കേരളയേ ഉള്ളൂ, 3 പേർക്ക് മുഖ്യമന്ത്രിയാവണം. 2 പേരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്, എനിക്ക് മുഖ്യമന്ത്രിയാവും. ഹൈക്കമാൻഡിലെ ഒരു പ്രധാന കയ്യും അയാൾ തന്നെയാണ്. ഇതില് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഭരണം കിട്ടിയത് കോൺഗ്രസിന്റെ മികവ് കൊണ്ടേ അല്ല. അത് ഏറ്റവും പ്രധാനമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. 10 കൊല്ലം പിണറായി സർക്കാർ ഭരിച്ചതിന്റെ താളപ്പിഴ എന്ന് മൊത്തത്തിൽ പറയാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ പിണറായിയുടെ അഹന്ത നിറഞ്ഞ ഭരണം, അതിനെതിരെ LDF അടക്കം ചെയ്തിരിക്കുന്ന ഒരു പ്രതിഷേധ വോട്ടാണ് കോൺഗ്രസിന് 102 സീറ്റിൽ കൊണ്ടത്. ഇപ്പൊ ആരോ പറയുന്നത് കേട്ടു, മാൻ ഓഫ് ദ മാച്ച്, ഈ വർഷത്തെ ഇലക്ഷനിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയാൻ പറ്റുന്നത് പിണറായിയോട് മത്സരിച്ച സഹോദരനാണെന്നാണ്. ഒരിക്കലുമില്ല. അവിടെയുള്ള LDFകാരും മനഃപൂർവം പിണറായിക്കെതിരെ വോട്ട് ചെയ്തതാണ്. അത് കൊണ്ടവിടെ നിർത്തിയ സ്ഥാനാർത്ഥിയുടെ മികവേ അല്ല, അവിടുത്തെ ജനം ഇയാളുടെ ഈ വൃത്തികേടിൽ മുഷിപ്പ് വന്നിട്ട് അവർ ചെയ്ത വോട്ടാണ്. ഇപ്പൊ UDFന് ലഭ്യമായിരിക്കുന്ന 3-1 വോട്ടും LDFന്റെ വോട്ടാണ്. അത് അടുത്ത വർഷം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ വോട്ടുകൾ അതുപോലെ തിരിച്ചു പോകും. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പൊ അവർ പ്രതിഷേധം കൊണ്ട് ചെയ്തതാണ്. ഏതായാലും അത് മാത്രമല്ല ഒരു ഇഫക്റ്റ്, പിണറായിയുടെ ദുർഭരണത്തെ
പുറത്തേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവന്നതിൽ പ്രതിപക്ഷത്തിന് നല്ലൊരു പങ്കുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇനി നമുക്ക് അല്പം പുറകിലേക്ക് പോകാം. പിണറായി 10 കൊല്ലം ഭരിച്ചത് കൊണ്ട് LDF-നുണ്ടായ തകർച്ച പണിത് തിരിച്ചു കൊണ്ടുവരിക ശ്രമകരമായ പരിപാടിയാണ്. പക്ഷേ UDF-നകത്തുള്ള ഈ പടലപ്പിണക്കവും ഈ അടിയും ഒരു റിസ്ക്കും ഇല്ലാതെ LDF-നെ പഴയ പണിയിലേക്ക് അല്ലെങ്കിൽ പഴയ പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിന് സംശയം വേണ്ട. ഈ 3 പേരെ നമുക്കൊന്ന് നോക്കാം. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. 3 പേരെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വേണുഗോപാൽ നമുക്കറിയാം അഖിലേന്ത്യയുടെ AICC-യിൽ പ്രവർത്തിക്കുന്നയാളാണ്. അയാൾ പ്രവർത്തിക്കാൻ പോയിട്ട് 8-10 കൊല്ലമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പ്രവർത്തിച്ചത് കൊണ്ട് സംഭവിച്ചത് ഭാരതത്തിലെ 8-10 സ്റ്റേറ്റുകളിലെ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ നിന്ന് താഴേക്ക് പോകാൻ, നിലംപൊത്താൻ ഇനി വളരെ ചുരുക്കം ദിവസം കൂടി. കഴിഞ്ഞ ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ 2021-ൽ 99 സീറ്റുകളോടുകൂടി LDF ഇവിടെ വീണ്ടും ഭരണം പിടിച്ചു. വെറും 41 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. അതിന്റെ പുറകിൽ ഈ പറഞ്ഞ വേണുഗോപാലിന്റെ കൈയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും വേണുഗോപാൽ നല്ല ഭരണസാരഥ്യം നടത്താൻ മികവില്ലാത്തയാളാണെന്ന് ഉറപ്പാണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഭാരതത്തിൽ ഇത്രയും സ്റ്റേറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു BJP-യുടെ ആപ്തവാക്യമായിരിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിന് BJP-ക്ക് വേണ്ടി പണിയെടുക്കുന്നതാണോ വേണുഗോപാൽ എന്ന് സംശയിക്കേണ്ട തരത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ചതിന്റെ ഒരു ഉത്തരവാദിത്വം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വേണുഗോപാലിന്റെ തോളിലാണ് വെച്ചു കൊടുക്കുന്നത്. ആ വേണുഗോപാലാണ് ഇപ്പോൾ ഒരൽപ്പം പച്ച പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ നശിപ്പിക്കാൻ ഇനി വരാൻ വേണ്ടി നിൽക്കുന്നു. ഇത് പറതൊടാതെ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള തന്ത്രമാണെന്നതിന് സംശയം വേണ്ട. എന്റെ ബലമായ വിശ്വാസം ഇത് BJP-യെ സഹായിക്കാൻ വേണ്ടി വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയായി വരാൻ നിൽക്കുകയാണ്. ഇയാൾ മുഖ്യമന്ത്രിയായി വന്നാൽ 100% ഗ്യാരണ്ടിയാണ് LDF കറക്റ്റായിട്ട് പഴയ പൊസിഷനിലേക്ക് മടങ്ങിപ്പോകും. BJP വരുന്ന ഇലക്ഷനിൽ 10 സീറ്റിന് മുകളിൽ എന്തായാലും പിടിക്കും. 100% ഉറപ്പാണ്. 10 സീറ്റിന് മുകളിൽ ഉറപ്പായിട്ട് പിടിക്കും. അങ്ങനെ അടുത്ത വർഷത്തെ ഭരണം LDF-ന് കിട്ടിയാൽ അതിന്റെ അടുത്ത വർഷം ഭരണത്തോളമോ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയായിട്ടിരിക്കാനോ BJP-ക്ക് കഴിയുമെന്ന് 100% ഉറപ്പാണ്. വിതിൻ 10 to 15 years എന്ന് പറഞ്ഞാൽ 3 ഇലക്ഷൻ കഴിയുന്നതിനകത്ത് BJP നിഷ്പ്രയാസം ഭരണത്തിലെത്തും ഇവിടെ വേണുഗോപാൽ വരികയാണെങ്കിൽ. അതുകൊണ്ട് അതോടുകൂടി കേരളത്തിൽ കൂടെ BJP അസ്തമിക്കുമെന്ന് തിരിച്ചറിയണം. ഇതുകൊണ്ടുള്ള എഫക്ട് എന്തെന്നറിയാവോ? രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ പാർലമെന്റിൽ കയറാൻ പറ്റാതാവും. കാരണം കേരളം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അതും അവിടെ നിൽക്കട്ടെ. അപ്പൊ വേണുഗോപാൽ ജിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിറക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെയുള്ള കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നതാണ് പദ്ധതിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടിറക്കുന്നതിൽ തെറ്റുമില്ല. 2 രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കരുത്തനായ ഒരു ഭരണാധികാരിയാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് മനസ്സിലായിട്ടില്ല അയാൾ ഇവിടെ എന്ത് ഭരണമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ഒബ്സർവേഷനിൽ വെറും പഴമാണ് അയാൾ. അയാൾ ഇവിടെ എന്ത് നേട്ടമാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പിണറായിയുടെ ആദ്യത്തെ 5 കൊല്ലം ഇരിയാനായിരുന്നു ഇവിടത്തെ പ്രതിപക്ഷ നേതാവ്. പിണറായിയുടെ കാലിലെ രോമത്തിൽ തുടങ്ങിയൊക്കെ കഴിഞ്ഞില്ല. പിണറായിയോട് എതിർത്ത് നിൽക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞില്ല. ഇയാൾ ഇവിടെ സമ്പൂർണ്ണ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് LDF 2ാം റൗണ്ട് കയറുമ്പോൾ 99 സീറ്റ് പിടിക്കുന്നു. UDF ആകെ തലകീഴായി താഴേക്ക് പോയി 41 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ആ സമയത്താണ് ഇവിടെ നിന്നോ VD സതീശനെ കൊണ്ട് സ്ഥാനാരോഹണം ചെയ്തത്. VD സതീശന്റെ ആദ്യത്തെ പെർഫോമൻസിലൊന്നും പിണറായിയോട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ VD സതീശൻ വളരെ സ്ട്രോങ് ആയി.
പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്തു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് പിണറായി വിജയൻ വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വി ഡി സതീശൻ പറഞ്ഞതിന് മറുപടിയായി പിണറായി പറഞ്ഞു, പണ്ടത്തെ വിജയനായിരുന്നുവെങ്കിൽ ഞാനിതിന് മറുപടി നേരത്തെ പറഞ്ഞേനെ. അങ്ങനെയല്ലല്ലോ, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഇയാള് ഒരു വിരട്ടലിറങ്ങി. പക്ഷെ വി ഡി സതീശൻ അതിനെ നിയമസഭയിൽ എഴുന്നേറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പണ്ടത്തെ വിജയനെയും പേടിയില്ല, ഇപ്പോഴത്തെ വിജയനെയും പേടിയില്ല. വളരെ സ്ട്രോങ് ആയി പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുമ്പുലക്ക പോലെ നിൽക്കണം, വളരെ സ്ട്രോങ് ആയി. പിണറായിയുടെ യാതൊരു അഭ്യാസങ്ങളും വിലപ്പോകാത്ത വിധം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുവാനും വിരളാതെ നിന്ന് സ്ട്രോങ് ആയി വർത്തമാനം പറയുവാനും സഭ്യമായ ഭാഷ ഉപയോഗിക്കുവാനും ഒക്കെ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ എൽ ഡി എഫിന്റെ അടിപതറലും അല്ല, എൽ ഡി എഫിൽ അടക്കമുണ്ടായിരുന്ന ജനം കോൺഗ്രസിലേക്ക് വോട്ടിട്ടതിന് രണ്ടുദ്ദേശമാണ്. ഒന്ന്, നാളെയെങ്കിലും എൽ ഡി എഫിന് ഒരു മടങ്ങിവരവുണ്ടാവണം. രണ്ട്, ഇപ്പോ കേരളത്തിൽ ഒരു നല്ല ഭരണം ഉണ്ടാവണം. ബി ജെ പി കയറരുത് എന്ന ഉദ്ദേശത്തോടു കൂടി നിശ്ചയമായും എൽ ഡി എഫുകാർ കോൺഗ്രസിലേക്ക് വോട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം കോൺഗ്രസിന് വലിയ വിജയമുണ്ടായത്. ഇനി ഇത് ആയുസ്സിലൊരിക്കലും കിട്ടുമെന്ന് നനയ്ക്കുകയും വേണ്ട. ഈ വിജയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ പിണറായിയോട് എതിർത്ത് നിൽക്കാനോ, ഇനി വരാൻ പോകുന്ന നിയമസഭ 5 വർഷം നിയമസഭയ്ക്കകത്ത് 35 അംഗങ്ങളുള്ള എൽ ഡി എഫിനോടും അതിനേക്കാൾ ശക്തിയായ 3 ബി ജെ പിക്കാരോടും എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ ഭരണം കയ്യിൽ പിടിക്കേണ്ടത് വി ഡി സതീശനാണ്, മറ്റൊരാളല്ലേ അല്ല. ഇതിനു വേണ്ടി വലിയ ഹൈക്കമാൻഡ് ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. മുരളി പോകുന്നു, തിരുവഞ്ചൂർ പോകുന്നു, ഹസൻ പോകുന്നു, ഇവിടെ നിന്ന് എല്ലാവരും കൂടെ വാരിക്കെട്ടി ഡൽഹിക്ക് വന്നു. ഇതിന്റെ ആവശ്യം എന്താണ്? ഇവിടെ നാട്ടിൽ ഏതെങ്കിലും ചായക്കടയിൽ വന്ന് നിങ്ങൾ തിരക്കിയാൽ മതി. റോഡിലിരിക്കുന്ന ലോഡിംഗുകാരുടെ അനാലിസിസ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓട്ടോ തൊഴിലാളികൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതി, ലേബേഴ്സ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും വാട്ട് ഇസ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇൻ കേരള ലെജിസ്ലേച്ചർ. അവരെല്ലാം വളരെയധികം കണക്കുകൂട്ടലുള്ളവരാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് പ്രായം നോക്കിയല്ലേ ആളിറക്കാൻ. രമേശ് ചെന്നിത്തല സീനിയറാണ്. സീനിയറിനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് എന്ത് പിണ്ണാക്കിനാണ്? ഇവിടെ ഭരണം നടത്താൻ ചങ്കുറപ്പുള്ള, അതിനുള്ള കാലിബർ ഉള്ളവനെയാണ് കൊണ്ടിരുത്താൻ. സീനിയറിനെ കൊണ്ടിരുത്തുകയാണത്രേ. അതുപോലെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ നിന്ന് വേണുഗോപാലിനെ എടുത്ത് കളയണം, അവർക്ക് എവിടെയെങ്കിലും കൊണ്ട് ചപ്പണം. അതിനെന്തിനാണ് ഇവിടെ കൊണ്ട് കയറ്റുന്നത്? കേരളത്തിൽ നല്ലൊരു ഭരണത്തിന് സൗകര്യം ലഭ്യമായിരിക്കുന്ന ഈ സമയം വി ഡി സതീശനാണ് കയറുന്നതെങ്കിൽ 2-ലധികം ടേൺ എന്ന് പറഞ്ഞാൽ പിണറായി ഇരുന്നതിനേക്കാൾ അധികം ടേൺ യു ഡി എഫിന് കേരളം ഭരിക്കാൻ കഴിയുമെന്നതിന് സംശയം വേണ്ട. ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, ബി ജെ പിയെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നതിന് സംശയം വേണ്ട. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാ മേഖലയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇതെത്ര പറഞ്ഞിട്ടും AICCക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ യവന്മാരവിടെ ഇരിക്കുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കാനാണെന്നതിന് സംശയം വേണ്ട. യവന്മാരെല്ലാരും കൂടെ ഇതുപോലെ ചൊറിഞ്ഞ് തീരുമാനമെടുത്താണ് ഓരോ സംസ്ഥാനമായിട്ട് പൂട്ടി പോകുന്നത്. ആ ശശി തരൂരിനെ പിടിച്ച് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കേണ്ടതിന് പകരം പ്രായം മൂത്തയാളെന്ന് പറഞ്ഞ് ഖാർഗെ പിടിച്ചിരുന്നു. എന്ത് ചുണ്ണാമ്പാണ് നടക്കുന്നത്? ഒരു ചുണ്ണാമ്പ് ഇവിടെ നടക്കാനും പോകുന്നില്ല, ഒരു സ്റ്റേറ്റും പിടിക്കാനും പോകുന്നില്ല. വിജയ് ഇപ്പോൾ ഈ ഒരു നിലയിൽ നിന്നതുകൊണ്ട് തമിഴ്നാട് പിടിച്ചു എന്ന് പറയാം. ബാക്കി എല്ലായിടത്തെയും മണ്ണൊഴുകി പോകുന്നത് കണ്ടോ? ബി ജെ പി വളരെ ബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് മോഡിയുടെ കാലം വരെ പോകത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിനകത്ത് ശിഥിലീകരണം ഉണ്ടാകും. പക്ഷെ കോൺഗ്രസ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നാമം മാത്രമായി മാറിയിരിക്കുന്നു. താമസിയാതെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്ന് അരങ്ങൊഴിയും.
കേരളത്തിൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ, നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാകണമെങ്കിൽ, LDF-കാരും BJP-കാരും ചേർന്ന് ഉണ്ടാക്കാൻ പോകുന്ന അനാവശ്യ സമരങ്ങളെ അടിച്ചൊതുക്കാൻ കഴിയണമെങ്കിൽ അതിനൊരു വിൽ പവറുള്ള നേതാവ് വരണം. അതിന് VD സതീശൻ അല്ലാതെ ആരും ഇവിടെ കൊള്ളില്ല എന്നതിനൊരു സംശയം വേണം. VD സതീശന് ഒരു പിണറായിസം ഉണ്ട്. പിണറായിയുടെ ഒരു ചെറിയ കാറ്റ് VD സതീശനുണ്ട്. അത് വളർന്നാൽ VD-യുടെ അപകടത്തിന് ഇത് കാരണമാവും. VD-ക്ക് ഒരാളെ വെട്ടണമെങ്കിൽ വെട്ടിയിരിക്കും. അത് അപകടമാണ്. അത് VD-ക്ക് ദോഷം ചെയ്യും. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെട്ടിയത്. ആ വെട്ടിൽ നിന്ന് തിരിച്ചയാളെ കൊണ്ടുവരാൻ അയാൾ തയ്യാറെടുക്കുന്നേ ഇല്ല. അയാൾക്ക് ഒരാളെ വെട്ടണമെന്ന് തോന്നിയാൽ വെട്ടും. അതൊരു പിണറായിസമാണ്. അത് VD സതീശന് ഗുണം ചെയ്യില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കെൽപ്പുള്ളത് VD സതീശനാണ്. VD സതീശനെ പോലെ കരുത്തരായ സാരഥികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഓർമ്മയുണ്ട്, കേരളത്തെ ഒരു നല്ല തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന നല്ല ചിന്തകളും പദ്ധതികളും VD സതീശൻ എന്ന രാഷ്ട്രീയക്കാരനിൽ ഉണ്ട് എന്നാണ് അയാളത് പറഞ്ഞത്. അമ്മാതിരി ഉലകത്തിലെ മറ്റുതര രാജ്യങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുന്നത് പോലെ നമ്മുടെ നാടും സമസ്ത മേഖലകളിലും ശിരസ്സുയർത്തി നിൽക്കുവാൻ നല്ല മനോഹരമായി ചിന്തിക്കാൻ കഴിവുള്ള, അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള യുദ്ധസന്നദ്ധരായ പടയാളികൾ നമുക്കുണ്ടാകട്ടെ. അത്തരത്തിൽ നല്ലൊരു ഭരണം നമുക്ക് ലഭിക്കുമെന്ന പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. അതിലൂടെ കേരളത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ.